പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകുന്നവരാണ് നമ്മളിൽ ഏറെ പേരും അല്ലേ. പക്ഷേ ഇത്തരം പ്രതിസന്ധികളെ സരസമായി നേരിടുന്ന ചിലരും നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. തൊടുപുഴ ഡിവൈഎസ്പി ആയ PK സാബു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അദ്ദേഹത്തിന് ഒരു ഹൃദയാഘാതമുണ്ടത്. ആ ഹൃദയാഘാതത്തിനെ നേരിട്ടതിനെ കുറിച്ച് സാബു നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നമുക്കൊന്ന് കണ്ടുവന്നാലോ. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് തൊടുപുഴ ഡിവൈഎസ്പി PK സാബുവാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി, അത് വലിയ വൈറലായി. അദ്ദേഹത്തിന് നേരിട്ട ഒരു പ്രതിസന്ധി വളരെ സരസമായി ആണ് അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത. ആ പ്രസംഗം ഒന്ന് കേട്ടിട്ട് വരാം. 2-3 പേരോട് ചോദിച്ചു, ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ പടമായില്ല, പടമാകേണ്ടതായിരുന്നു. കഴിഞ്ഞ മാസം ഇവിടുന്ന് പോയിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പെട്ടെന്ന് 2 സ്ഥലത്തും വേദന വന്നു. ആദ്യം മുറിവെണ്ണ എടുത്ത് വരട്ടി, അതുകൊണ്ട് കുറവില്ല. വീണ്ടും ഞാൻ ഇഞ്ചി കടിച്ച് നിന്ന്, ഇഞ്ചി നീര് നിന്നു, അതുകൊണ്ട് കുറവില്ല. വേർക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി സംഗതി പണി പാളിയിട്ടുണ്ടെന്ന്. വേഗം കാറിൻ്റെ ചാവി എടുത്തു. വൈഫ് ഉറക്കാം. ഞാൻ അവളെ തട്ടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വേഗം പോവാം, ആശുപത്രിയിലേക്ക് പോവാം, നെഞ്ചുവേദന എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നീയൊക്കെ പിന്നെ വന്നേരും, ഞാൻ പോവാം, ജീവൻ വേണ്ടതുകൊണ്ട് ഞാൻ വേഗം പോകുന്നുണ്ട്. ഞാൻ നെടിഞ്ഞ് തന്നെ DSP ആണല്ലോ, അപ്പൊ കുനിഞ്ഞൊന്നും ചെല്ലാൻ പാടില്ല. വേദന പിടിച്ച് നെടിഞ്ഞ് നടന്നങ്ങോട്ട് ഞാനിപ്പോൾ തന്നെ പടമാകും, ഇപ്പൊ തന്നെ പടമാകുമെന്ന് പറഞ്ഞ് ഞാൻ സച്ചറയിലോട്ട് ചാടിക്കിടന്നു. നേരെ ഇവരെന്നെ ഉന്തിക്കൊണ്ടുപോയി. സാറേ, പ്രസംഗിക്കുന്ന വളരെ സരസമായിട്ടാണ്. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്? അതെ, ഞാൻ ഒരു രാത്രി 2-10 മണിയോടുകൂടി എനിക്ക് അതിശക്തമായ നെഞ്ചുവേദന ഉണ്ടായി. വൈഫിനെ ചെന്ന് തട്ടി. അപ്പോൾ അവരെ നിദ്രയെ ഭംഗപ്പെടുത്തരുത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ വൈഫിനോട് പറഞ്ഞ്, നെഞ്ചുവേദന എടുക്കണം, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വേഗം ചാടിയിട്ട് ഞാൻ വരട്ടെ. ഞാൻ പറഞ്ഞു, വേണ്ട, നീയൊക്കെ ഒരുങ്ങി വരുമ്പോൾ എൻ്റെ ജീവൻ പോവും, ഞാൻ വേഗം പോകാമെന്ന് പറഞ്ഞ് കാറെടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് പാർക്കിങ്ങിൽ കാറിട്ട് കഴിഞ്ഞപ്പോൾ ഈ സത്യത്തിൽ നല്ല നെഞ്ചുവേദന. ഒരു 300 മീറ്റർ വീണ്ടും അങ്ങോട്ട് നടക്കണം. അപ്പം ഞാൻ ഓർത്ത്, ഈ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, ഞാൻ കുനിഞ്ഞും തളർന്നൊക്കെ ചെല്ലാൻ പറ്റില്ല. അപ്പം ഞാൻ നല്ല നെളിഞ്ഞ് നെഞ്ചുവേനോട് കൂടി തന്നെ നെളിഞ്ഞ് തന്നെ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, സാറേ ആരെ അമ്മയാണോ? ഞാൻ പറഞ്ഞു, അമ്മയല്ല, ശക്തമായ നെഞ്ചുവേന, ഞാനിപ്പോൾ പടമാവും, എന്നെ വേഗം ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ സ്ട്രക്ചറിലേക്ക് ഞാൻ തന്നെ ചാടി കിടക്കുമായിരുന്നു. പെട്ടെന്ന് അവർ കൊണ്ടുപോയി പരിശോധിച്ച്, അപ്പോൾ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്ത് ഞാൻ റെസ്റ്റിന് ശേഷം വന്നപ്പോൾ ഇവിടെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ഒരു ജില്ലാ സമ്മേളനം ഉദ്ഘാടനത്തിന് വിളിച്ച്. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിട്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യുന്ന സമയം ഞാൻ കയറി വന്നപ്പോൾ അവർ ചോദിച്ചിരുന്നു, സാറിൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയിരുന്നു എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നി, എൻ്റെ പ്രായത്തിലുള്ള സമപ്രായക്കാരാണ് കൂടുതലും ഇവിടെ ഇരിക്കുന്നത്. ഒരു നെഞ്ചരിച്ചിലോ നെഞ്ചുവേനയോ ഉണ്ടായാൽ അത് നിസ്സാരമായി കാണരുത്. കാരണം 2 നേരം വ്യായാമം ചെയ്യുന്ന ദുശീലങ്ങളൊന്നും ഇല്ലാത്ത എനിക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ആർക്കും വരാം. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയം പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അത് തമാശ നർമ്മ രൂപത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് അവരോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞു. സാർ ഒരു വ്യത്യസ്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധ ആകർഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ മീശയിലാണ്. മീശ മാത്രമല്ല, അദ്ദേഹം അത്യാവശ്യം എഴുതും, കവിത ചൊല്ലും, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ, ഞാൻ ജയരാജ് സാറിൻ്റെ 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന വേഷം ചെയ്ത് ഇടയ്ക്ക് കവിതകളൊക്കെ ചൊല്ലാറുണ്ട്. സർവീസിൽ കയറിയ സമയം തൊട്ട് ഈ മീശയുണ്ടോ? അതെ 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 അതെ, മീശ ഒരു പ്രതിഭാസമായിട്ട് നേരത്തെ തന്നെ ഉണ്ട്. എല്ലാവരും മീശയെ പ്രകീർത്തിക്കും. പക്ഷേ ഈ മീശ തലയിൽ വന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കും. സാറപ്പോ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കവിത ചൊല്ലുമല്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. സാറിനെ കുറിച്ച് അറിയാൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും. വ്യത്യസ്തനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, വളരെ സരസനാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം തൊടുപുഴയിൽ നിന്ന് ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്. സാബു സാർ ഒരു രസികനാണല്ലേ, കവിതയും കൊള്ളാം, പ്രസംഗവും കൊള്ളാം. ജൈനസ് രാജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ സാബു സാറിനെ കുറിച്ച് പറയാൻ. സാബു സാറിന്റെ ആ ഒരു മീശയും ഒരു യൂണിഫോം ഒക്കെ ഇട്ട് വരുന്നത് കാണുമ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കുമായിരിക്കും. പക്ഷേ ആളൊരു രസികനാണല്ലേ. നേരത്തെ ജെയിൻ പറഞ്ഞു എഴുതാറുണ്ട്. അപ്പോൾ എഴുത്തിലും അദ്ദേഹത്തിൻ്റെ ഭാഷയും സംസാരിക്കുമ്പോഴുള്ള ഭാഷയാണെങ്കിലും കേൾക്കാൻ രസമാണ്. ഒരു രസികൻ തന്നെയാണല്ലേ. പക്ഷേ ഈ ഒരു പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ നെഞ്ചുവേദന വന്നാൽ പോലും അതിനെ നിസ്സാരമായി കളയരുത്, കൃത്യമായി ആശുപത്രിയിൽ പോകണം, ചികിത്സ തേടണം, ചെക്കപ്പ് നടത്തണം എന്നൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകുന്നത് അല്ലേ?
നമ്മുടെ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പി കെ സാബു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയുള്ള ഒരാളാണെന്ന്. വളരെ സരസനും സഹൃദയനുമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പ്, ഒരു മാസം മുമ്പാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ആ സമയത്ത് അദ്ദേഹം അതിനെ നേരിട്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചത്. നമ്മളിൽ പലർക്കും അതിന് കഴിയാറില്ല. വളരെ സരസമായി അല്ലെങ്കിൽ വളരെ തന്മയത്വത്തോടു കൂടി അദ്ദേഹം അന്ന് തനിക്കുണ്ടായ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സ്ട്രക്ചറിലേക്ക് ഞാനിപ്പോൾ പടമാകും എന്ന് പറഞ്ഞുകൊണ്ട് ചാടി കയറി കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. എന്തായാലും അദ്ദേഹം അതിനുശേഷം വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ നടത്തിയ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ രൂപത്തിലും അദ്ദേഹത്തിൻ്റെ മീശയും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ തൊടുപുഴ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം, ആ മേഖലയിലെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രണം വളരെ കർക്കശമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. 2-3 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അതിനായി അദ്ദേഹം ഷൂട്ടിംഗ് തുടങ്ങുന്നതിനായി കാത്തു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്, ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടുള്ളൂ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിട്ട്. പക്ഷേ അദ്ദേഹം പലപ്പോഴും ഈ കവി അരങ്ങുകൾ പോലെയുള്ള സദസ്സുകളിൽ വളരെ സജീവമാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുപരിപാടികൾ അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ പോയി കവിത ചെല്ലുകയൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണ്. വളരെ വ്യത്യസ്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. വളരെ സജീവമാണ് അല്ലേ ജെയിൻ? എന്തായാലും സാബു സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ നമുക്കൊക്കെ സന്തോഷം. കൂടുതലായി അദ്ദേഹത്തെ കുറിച്ച് അറിയണമെങ്കിൽ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ പേജ് നോക്കിയാൽ മതി എന്ന് ജെയിനും പറഞ്ഞു. എന്തായാലും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, നർമ്മത്തിലൂടെ അത് അദ്ദേഹം പറഞ്ഞതും ജനങ്ങളിലേക്ക് അത് കൂടുതലായിട്ട് എത്താൻ വേണ്ടി തന്നെയാണ്. ചെറിയൊരു നെഞ്ചുവേദന വന്നാലൊക്കെ അത് ശ്രദ്ധിക്കണം, ആരോഗ്യമൊക്കെ സൂക്ഷിക്കണം എന്ന രീതിയിൽ ഒരു സന്ദേശം നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. ശരി ജെ.